നവകേരള സദസ്സിനിടെ ആലപ്പുഴയിലുണ്ടായ രക്ഷാപ്രവർത്തന മർദ്ദന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ഗുരുതരമായ കണ്ടെത്തലിൽ പ്രതിക്കൂട്ടിലായ ADGP MR അജിത് കുമാറിനെതിരെ ഡയറക്ടർ ജനറൽ റാങ്കിലുള്ള ഉന്നതതല അന്വേഷണം വരുന്നു. ക്രമസമാധാന ചുമതലയിലായിരുന്ന ADGPക്കെതിരെയുള്ള അന്വേഷണ ചുമതല നിലവിലെ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിനെ ഏൽപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിൽ പ്രാഥമിക ആലോചനകൾ നടക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിന് മേൽ നിയമക്കുരുക്ക് മുറുകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ മനോജ് എബ്രഹാമിന്റെ കണ്ടെത്തലുകൾ നിർണായകമാകും. സംസ്ഥാന പോലീസ് സേനയിൽ നിലവിൽ ഡയറക്ടർ ജനറൽ പദവിയിലുള്ള ചുരുക്കം ചില ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് വിജിലൻസ് ഡയറക്ടർ കൂടിയായ മനോജ് എബ്രഹാം. യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, റവട ചന്ദ്രശേഖർ എന്നിവരാണ് നിലവിൽ ഈ ഉയർന്ന റാങ്കിലുള്ള മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ. ഈ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് സർവീസിലെ സീനിയോറിറ്റിയും മുൻകാല അന്വേഷണങ്ങളിലെ വിശ്വാസ്യതയും മുൻനിർത്തി മനോജ് എബ്രഹാമിനെ തന്നെ ഈ അതീവ ഗൗരവമേറിയ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കാൻ നീക്കങ്ങൾ സജീവമാകുന്നത്. നിലവിൽ ബിവറേജസ് കോർപ്പറേഷൻ CMD ആണ് അജിത് കുമാർ. ഈ പദവിയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയേക്കും. കേസ് ഡയറി തിരുത്താൻ കീഴുദ്യോഗസ്ഥർക്ക് മേൽ ADGP കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിനാശകരമായ മൊഴികളാണ് അജിത് കുമാറിനെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ക്രിമിനൽ ബാധ്യസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ADGP പദവി ദുരുപയോഗം ചെയ്തുവെന്ന് പോലീസ് സൂപ്രണ്ട് ഷൌക്കത്ത് അലി സമർപ്പിച്ച റിപ്പോർട്ട് അടിവരയിടുന്നു. നിയമത്തിന് മുന്നിൽ ആരും തുല്യരാണെന്ന ബോധ്യത്തോടെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരായ അന്വേഷണമായതിനാൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തന്നെ ഇത് നിർവഹിക്കുന്നതാണ് ഉചിതമെന്ന ശക്തമായ മറ്റൊരു അഭിപ്രായവും ആഭ്യന്തര വകുപ്പിലെ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ വിഷയം വലിയ പുകിലുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പോലീസ് തലവൻ തന്നെ നേരിട്ട് അന്വേഷിക്കുന്നത് സേനയുടെ അച്ചടക്കത്തെ ബാധിക്കാതിരിക്കാൻ സഹായിക്കുമെന്നാണ് ഇവരുടെ വാദം. അന്വേഷണം ആര് നടത്തണമെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൃത്യമായ വ്യക്തത വരും. ADGPക്കെതിരായ അന്വേഷണത്തിലും തുടർ നടപടികളിലും അന്തിമ തീരുമാനം കൈക്കൊള്ളുക ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരിക്കും. പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭരണപരമായ കീഴ്വഴക്കങ്ങളെക്കുറിച്ചും ദീർഘമായ അനുഭവസമ്പത്തുള്ള നേതാവാണ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥ ലോബിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിയമവാഴ്ചയും സുതാര്യതയും ഉറപ്പാക്കിക്കൊണ്ടുള്ള കർക്കശമായ തീരുമാനമായിരിക്കും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് സൂചനകൾ. കീഴുദ്യോഗസ്ഥരുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണവും നടപടിയും വരുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഔദ്യോഗിക പദവിയിലിരുന്ന് നൽകുന്ന വാക്കാലുള്ള നിർദ്ദേശങ്ങളുടെ പേരിൽ നാളെ ആർക്കെതിരെയും കീഴുദ്യോഗസ്ഥർക്ക് മൊഴി നൽകാനാകുന്ന അവസ്ഥയുണ്ടായാൽ അത് സേനയുടെ ഘടനയെയും അച്ചടക്കത്തെയും ബാധിക്കുമെന്നാണ് ഇവരുടെ ഭയം. എന്നാൽ അഴിമതിയും കേസ് അട്ടിമറിയും സംരക്ഷിക്കുന്നത് പോലീസിന്റെ വിശ്വാസ്യത തകർക്കുമെന്ന നിലപാടിലാണ് ഭൂരിഭാഗവും. കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനോ അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കാനോ സർക്കാരിന് എളുപ്പമാകില്ല. കോടതിയിൽ റിപ്പോർട്ട് എത്തുമ്പോൾ ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാകാതിരിക്കാൻ കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുക. ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ സർക്കാരിന് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. സംസ്ഥാന ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വലിയ ആശയക്കുഴപ്പവും പ്രതിസന്ധിയുമാണ് ഈ കേസ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ നോക്കിയ ADGPയെ കൈവിടുന്നത് ഭരണപക്ഷത്ത് രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും നിയമവാഴ്ച ഉറപ്പാക്കാൻ ഡയറക്ടർ ജനറൽ തല അന്വേഷണം അനിവാര്യമാണെന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചാൽ അത് വളരെ വേഗത്തിലും സുതാര്യമായും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സാങ്കേതിക രംഗത്തും ക്രമസമാധാന പാലനത്തിലും വലിയ അനുഭവ സമ്പത്തുള്ള മനോജ് എബ്രഹാമിന് മുന്നിൽ തെളിവുകൾ നിരത്തി അജിത് കുമാറിനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ പോലീസ് കരിയറിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. ചുരുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത റിപ്പോർട്ട് കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും കനത്ത ധർമ്മസങ്കടത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥനെ രക്ഷിക്കണോ അതോ കർശനമായ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിടണോ എന്ന കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുക്കുന്ന അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കും.